നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി സ്വർണ്ണപീഠം വിവാദത്തിൽ വൻ ട്വിസ്റ്റ്. പീഠം കാണാതായെന്ന് പരാതിപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പീഠം ഒളിപ്പിച്ചു വെച്ചെന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നു പോറ്റിയുടെ ദുരുദ്ദേശ്യം? 5 ദിവസത്തിനകം നടക്കാനിരുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കെടുത്തലോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കള്ളനാക്കാനോ? അങ്ങനെയെങ്കിൽ പോറ്റിയുടെ പിന്നിൽ നിന്നും പോറ്റിയെ പോറ്റി വളർത്തുന്നത് ആര്? പോറ്റിയെ കൈയോടെ വിജിലൻസ് പിടികൂടിയിട്ടും ദേവസ്വത്തിലേക്ക് കൂടി സംശയമുന നീട്ടി കോടതി ഉദ്ദേശിക്കുന്നത് എന്താണ്? NSS നിലപാടിൽ BJP നിലതെറ്റി നിൽക്കെ LDF ഭരിക്കുമ്പോൾ സ്വർണമടക്കം ആവിയാകുന്ന പ്രതിഭാസമെന്ന് V മുരളീധരന് മുരടനക്കാൻ അവസരമൊരുക്കിയത് ആരാണ്? അങ്ങനെ നോക്കുമ്പോൾ പീഠമൊളിച്ചു കടത്തിയിട്ട് ഒന്നുമറിയില്ലെന്ന നാട്യം കാട്ടിയ ശബരിമല ഭക്തൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ പ്രതിനിധി? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. കള്ളന് കഞ്ഞിവെച്ചവനോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും K. അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, ഹിന്ദു ഐക്യവേദിയുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ഹരിദാസ്, അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമന എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഇന്നിപ്പോ നിങ്ങളുടെ പഴയ സഹയാത്രികനായ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തന്നെ പറയുകയുണ്ടായി, പ്രതിപക്ഷ നേതാവ് എന്തിന് അദ്ദേഹത്തെ കള്ളനെന്ന് വിളിച്ചു എന്ന്. ദേവസ്വം ബോർഡിനെ സംശയ നിഴലിലാക്കിയ നീക്കങ്ങളാണ് കോൺഗ്രസും നടത്തിയത്, BJP-യേക്കാൾ ഉച്ചത്തിൽ. ഇന്നിപ്പോൾ ഈ വിജിലൻസിന്റെ പരിശോധനയിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ കോടതി നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശ്രീ വേണു, ഒന്ന് ശ്രീ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്, അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ പഴയ സഹയാത്രികനായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇന്ന് ചെയ്യുന്ന നിലപാടുകൾക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം പറയേണ്ടതില്ല. ഒന്ന്. രണ്ടാമത്തെ, അദ്ദേഹം ഇന്ന് CPM-ന്റെ പാർട്ടി അംഗം കൂടിയാണ്. അപ്പോൾ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ശബരിമലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടി പറയേണ്ട സമയത്തൊക്കെ അദ്ദേഹം മറുപടി പറയാൻ ബാധ്യതയുള്ള ആളാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തെ കള്ളനായിട്ട് ആരും ചിത്രീകരിച്ചിട്ടില്ല. ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെതിരെ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് UDF അല്ല ആദ്യത്തെ ചോദ്യങ്ങൾ ഉയർത്തിയത്. ആദ്യത്തെ ചോദ്യങ്ങൾ കോടതിയിൽ നിന്നാണ് വരുന്നത്. കോടതിയുടെ അറിവില്ലാതെ അവിടെ നിന്ന് ദ്വാരപാലക ശില്പം ഒക്കെ ഇളക്കി കൊണ്ടുപോയി അതിൻ്റെ പ്രൊസീജിയർ പാലിച്ചില്ല എന്നുള്ള ആക്ഷേപമൊക്കെ വരുന്നു. അത് കഴിയുമ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ അത് ഉരുക്കി എന്ന് പറയുന്നു. അപ്പോൾ പ്രൊസീജിയേഴ്സ് പാലിക്കാതെ അത് ഉരുക്കി എന്നുള്ള ആക്ഷേപമൊക്കെ കേൾക്കുമ്പോഴാണ് അതിൽ തൂക്കത്തിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ താങ്കളുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലൊരു സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ളത്. അത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് 2019 ഈ ശില്പങ്ങൾ ഒരുക്കാനുള്ള സൗകര്യം കിട്ടിയത്, അല്ലെങ്കിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം കിട്ടിയത്? ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോകാനും അത് 40 വർഷത്തെ വാറണ്ടിയോടുകൂടി കൊടുത്തത് എങ്ങനെ 6 വർഷം കൊണ്ട് അതിന് കേടുപാടുകൾ സംഭവിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ പരിശോധിക്കപ്പെടണം. ഇനി ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ സർക്കാരോ കോടതിയോ ഒക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഈ കേരളത്തിലെ വിജിലൻസിനോ ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ദേവസ്വം വകുപ്പിനോ സർക്കാരിനോ ഒരു സംശയം ഉണ്ടായിട്ടില്ല. 6 വർഷക്കാലമായിട്ട് ഈ ദ്വാരപാലക ശില്പത്തിന്റെ പീഠങ്ങൾ കാണാതെ പോയതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അവിടെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെ BJP-ക്ക് അവസരം കൊടുത്തത് സംസ്ഥാന സർക്കാരാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ തന്നെ ബദൽ സംഗമം നടത്തിയിട്ട് വർഗീയ വിദ്വേഷം പരത്താനുള്ള കുറെ ആസാമിമാർക്ക് അവസരം കൊടുത്തതും BJP-ക്ക് അവസരം കൊടുത്തതുമൊക്കെ ഈ സംസ്ഥാന സർക്കാരാണ്. സർക്കാർ ചില കാര്യങ്ങളിൽ മാത്രം ഉത്തരം പറഞ്ഞാൽ പോരാ, എല്ലാ കാര്യത്തിലും ഉത്തരം പറയണം. കൊട്ടിഘോഷിച്ച ആഗോള സംഗമം നടത്താൻ പോയപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ അവിടുത്തെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ആക്ഷേപം വരുന്നു, സ്വർണം കാണാതെ പോകുന്നു എന്നുള്ള ആക്ഷേപം വരുമ്പോൾ ഇതിന്റെ മാറ്റ് കുറയ്ക്കാനെന്നുള്ള ആക്ഷേപം ഇപ്പോൾ പറഞ്ഞാൽ പോരാ. ഇതിന്റെ മാറ്റം ആരും കുറയ്ക്കേണ്ട കാര്യമില്ല. ആളുകളില്ലാത്ത കസേര കണ്ട് AI കസേരയാണെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് വിലപിക്കേണ്ടി വന്നത് വിശ്വാസികൾക്ക് കൃത്യമായിട്ട് അതിലൊരു നിലപാടറിയാം. ഈ പമ്പയിലും
പന്തളത്ത് നടന്ന സംഗമങ്ങളല്ല. ശബരിമല സന്നിധാനത്തിരിക്കുന്ന ശാസ്താവ് ആരുടെ പക്ഷത്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം. പമ്പയിലും പന്തളത്തും മത്സരിച്ച് സംഗമം നടത്തിയ BJP-യോടും CPM-നോടൊപ്പമല്ല, വിശ്വാസികളോടൊപ്പമാണ് ശാസ്താവ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെളിച്ചത്തേക്ക് വരുന്നത്. നമുക്കിതിൻ്റെയൊക്കെ വിവരങ്ങൾ അറിയണമല്ലോ. എങ്ങനെയാണ് 6 വർഷക്കാലം ഇത്രയും സ്വർണം കാണാതെ പോയിട്ട് ഇത് ആരും അന്വേഷിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം പോലും ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒന്നും ഇല്ലാതെ പോയത്? വിജിലൻസിന് അങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്ന് തോന്നാത്തത്? ഇനി പ്രധാനപ്പെട്ട വേറെ 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പക്കൽ നിന്ന് ഈ സ്വർണം കണ്ടെടുത്തി എന്ന് പറയുന്നു. ഈ കണ്ടെത്തിയ അത്രയും സ്വർണം കാണാതെ പോയ അത്രയും സ്വർണത്തിന് തുല്യമാണോ? അങ്ങനെ തൂക്കി നോക്കിയിട്ടുണ്ടോ? ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കപ്പെടണം. അപ്പോൾ ഈ പരിശോധനകൾ നടത്തുന്നതിന് പകരം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കള്ളനാക്കി എന്നൊക്കെ പറയുന്നത് അത് അധിക വായനയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കള്ളനാക്കുകയല്ല ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടി പറയണം. അപ്പോൾ ആ മറുപടി പറയാൻ ഇവർക്ക് പറ്റാതെ വരുമ്പോൾ ഇവർ ഈ ചോദ്യങ്ങൾ അസഹിഷ്ണുതയോടെ കാണുന്നതിൻ്റെ ഒരു ഭാഗമാണ്. കോടതിയോട് മറുപടി പറയണം. ഇനി ഈ പ്രതിപക്ഷവും അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും വിശ്വാസികളും ചോദിക്കുന്ന ചോദ്യം അസഹിഷ്ണുതാപരമായി കാണുന്നെങ്കിൽ എന്തിനാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്? ആ അന്വേഷണത്തോട് ഇവർക്ക് എന്താ മറുപടി ഉള്ളത്? ആ മറുപടികളാണ് നമുക്ക് കേൾക്കേണ്ടത്. ശരി, ശ്രീ അനിൽകുമാർ അതിനുള്ള മറുപടി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് 2025 സെപ്റ്റംബർ 16 കാണുകയുണ്ടായി. എല്ലാ ദിവസവും അടിയന്തര പ്രമേയം നടക്കുന്നുണ്ട്. നിയമസഭ കൂടിയാൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരും. പ്രതിപക്ഷത്തിൻ്റെ അടിയന്തരത്തോടു കൂടി പ്രമേയം അവസാനിക്കും. ഇന്നും അങ്ങനെ തന്നെ തീർന്നിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം അടിയന്തര പ്രമേയം അംഗീകരിച്ചില്ല. അത് ശബരിമലയിലെ ഈ അയ്യപ്പ സംഗമത്തെ മുൻനിർത്തിക്കൊണ്ട് അയ്യപ്പ സംഗമത്തെ അപമാനിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഈ വിവാദവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ഒരു വിഷയമാണ്. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുകയാണ്, അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയത് മറച്ചു വെക്കാനാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. സ്വർണം അടിച്ചു മാറ്റിയത് കൊണ്ടാണ് നിയമസഭയിൽ ചർച്ച ചെയ്യാത്തത്. എല്ലാ ദിവസവും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്ന സർക്കാരിന് ഇത് ചർച്ച ചെയ്യാൻ ധൈര്യമില്ലേ? ഇതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗൂഢാലോചനയുടെ പിന്നിൽ ആര്? പ്രതിപക്ഷ നേതാവിൻ്റെ ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് മതി. പ്രതിപക്ഷ നേതാവ് വിചാരിച്ചത് ഈ കള്ളത്തരം പിടിക്കത്തില്ലെന്നാണ്, ഈ പോറ്റിയെ മുൻനിർത്തിയുള്ള ഈ കളി പിടിക്കത്തില്ലെന്നാണ്. ആദ്യമായിട്ട് ഈ കളി നടത്തിയവരോടൊരു നന്ദി പറയുകയാണ്. എന്താ നന്ദി എന്നറിയാമോ? ദേവസ്വം ബോർഡിൻ്റെ ഇതേവരെയുള്ള അതിൻ്റെ എല്ലാ കാണിക്കകളും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ നടക്കി വയ്ക്കപ്പെട്ട സ്വർണത്തിൻ്റെയും മറ്റു മുതലുകളുടെയും എല്ലാം രജിസ്റ്ററുകൾ, അവയുടെ സ്റ്റോക്ക് രജിസ്റ്ററുകൾ, ഇവയെല്ലാം ഒത്തുനോക്കി ദേവസ്വം ബോർഡിൻ്റെ പക്കൽ നിന്നും ഒരു തരി സ്വർണം, ഒരു തരി അതുമായി ബന്ധപ്പെട്ട അവിടെ ലഭിച്ച ഏതെങ്കിലും ഒരു കാര്യം കുറവ് വന്നിട്ടില്ല എന്ന് ശബരിമലയിലെയും ആറന്മുളയിലെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ട്രോങ് റൂമുകളുടെയും പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു. ആ ആത്മവിശ്വാസവുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അത്തരമൊരു പരിശോധനയ്ക്ക് സഹായകരമായി, സുതാര്യമായി, കളങ്കരഹിതമായി, അഴിമതിരഹിതമായി അയോധ്യയിൽ ബാബർ മസ്ജിദ് തകർത്തിട്ടുണ്ടാക്കി അമ്പലം പണിയാൻ പോയവർ സംഘപരിവാരം അയോധ്യയിൽ നടത്തിയ തട്ടിപ്പ് പോലെ, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി നടത്തിയ അഴിമതി പോലെ ഇവിടെ കേരളത്തിലെ LD സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞതിൽ ഈ വിവാദം ഒരു നിമിത്തമായി എന്നതാണ് യാഥാർത്ഥ്യം. 2, ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനായ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഈ കാര്യത്തിൽ മനസ്സിലായിട്ടുള്ളൂ എന്താ നടന്നതെന്ന്. നിങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ആദ്യം എന്താ നടന്നതെന്ന് മനസ്സിലാക്കണ്ടേ. 2019 ദ്വാരപാലക ശില്പത്തിൻ്റെ ഇരുഭാഗത്തുമുള്ള ചെമ്പുപാളികളിൽ സ്വർണം പൂശി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളാണ്. എത്ര പവൻ സ്വർണം എടുത്തിട്ടുണ്ടാവും? കിലോയോ? ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 50 പവനിൽ താഴെയുള്ളൂ. 39, 40, 49 പവൻ അടുത്തേ ഉള്ളൂ എൻ്റെ ധാരണ. പരിശോധിച്ചോളൂ. 2, ഇത് ആരാണ് പൂശിയത്? ഒരു 10 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി കൊടുത്തുകൊണ്ട് ഒരു കമ്പനിയാണ്, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശിച്ച കമ്പനിയാണ് അത് നിർമ്മിച്ച് അവിടെ സ്ഥാപിച്ചത്. 10 കൊല്ലക്കാലം അത് കേടുകൂടാതെ സംരക്ഷിക്കാനുള്ള, അതിലെന്തെങ്കിലും കേട് വന്നാൽ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വ സഹിതം അവരാണത് കൊണ്ടുവച്ചത്. കാണിക്ക വെച്ചപ്പോൾ എന്ത് ചെയ്തു? നടക്കി വെച്ചത്
ദേവസ്വത്തിൻ്റെ രജിസ്റ്ററെ കയറ്റി അവിടെ സ്ഥാപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു ദേവസ്വം ബോർഡ്? രേഖയിൽ അതുണ്ട്. പക്ഷേ അവിടെ രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, ആളുകൾ നാണയം എറിയും. രണ്ടെന്താ സംഭവിക്കുക? രണ്ടാമത്തെ സംഭവിക്കുന്നത് അവിടെ നമ്മുടെ ശ്രീകോവിലിൽ നിന്ന് പായസമോ മറ്റു പാത്രങ്ങളൊക്കെ പുറത്തെടുക്കുമ്പോൾ വിത്ത തട്ടും. തട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കേടുവരും. കേടുവന്നത് കൊണ്ടുപോകണം. 2023 അതിനെക്കുറിച്ച് നിർദ്ദേശം വരുന്നത്. അപ്പം ഇത് നിർമ്മിച്ച ആളിനോട്, സ്ഥാപിച്ച ആളുകളോട് നിങ്ങളുടെ ഗ്യാരണ്ടിയുള്ള കാര്യമാണ്, നിങ്ങൾ കൊണ്ടുപോയി തീർത്ത് തരികയും ചോദിച്ചു. കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സഹിതം മകസറുണ്ടാക്കി വീഡിയോ സഹിതം, കോടതിയിൽ നിന്ന് വീഡിയോ കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാത്തിനും വീഡിയോ ഉണ്ട്, ആ വീഡിയോ സഹിതം അത് കൊടുത്തു വിട്ടു. പക്ഷേ ഒരു അബദ്ധം പറ്റി. അബദ്ധം എന്താ പറ്റിയത്? സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് ഇപ്പോൾ സ്ഥലം മാറി വന്ന ഈ ഘട്ടത്തിൽ വന്ന ഉദ്യോഗസ്ഥന് ഇത് ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടേ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിവില്ലായിരുന്നു. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കോടതിക്കത് മനസ്സിലായി. അതുകൊണ്ട് കോടതി പറഞ്ഞു, നിങ്ങൾ ശരിയാക്കിയിട്ട് കൊണ്ട് സ്ഥാപിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആദ്യമേ തന്നെ പറയട്ടെ, ഇത് ഭക്തനായ ഒരാൾ ഇവിടെ കൊടുത്തത് ഒരു തരത്തിലും കുറവില്ലാതെ രേഖകളിൽ തെളിയിക്കപ്പെട്ട പോലെ അവിടെ ഉണ്ട്. അത് സ്വർണം പൂശിയതാണ്. ചെമ്പാണ് അതിൽ കൂടുതൽ. ഏതാണ്ട് 10-46 എത്രയോ കിലോ ചെമ്പുണ്ടാവും. 10-49 പോയിന്റ് സ്വർണം അതിൽ പൂശി. സുരേഷ് ഗോപി ചെമ്പ് കിരീടം കൊടുത്തിട്ട് അവസാനം സംഭവിച്ചെന്താണല്ലോ, ചെമ്പുമേൽ സ്വർണം പൂശിയതാണോ, സ്വർണത്തിൽ ചെമ്പ് പൂശിയതാണോ എന്ന് സംശയം തോന്നിയ പോലെ സംശയവും തോന്നണ്ട, ഇത് ചെമ്പുമേൽ സ്വർണം പൂശുന്ന പരിപാടിയായിരുന്നു. അത്രയാണ് ആ ഭക്തൻ നടക്കി വെച്ചത്. രേഖ എവിടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ അടിയിലെ 2 പീഠങ്ങളാണ് പ്രശ്നം. ഈ പീഠങ്ങൾ സ്ഥാപിച്ച കമ്പനിക്കാർ അത് സ്ഥാപിച്ചപ്പോൾ വേണ്ടത്ര ചേരുന്നില്ല എന്ന് ബോധ്യമായി. അപ്പോൾ എന്തു ചെയ്തു? മറ്റൊന്ന് സ്ഥാപിക്കാൻ വേണ്ടി പുതിയ 2 ഉണ്ടാക്കി. അപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ 2 വീതം 2 സൈഡിലും 2 സെറ്റുണ്ട്. അതിൽ ഒരു സെറ്റ് അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റ് നിർമ്മിച്ചു കൊണ്ടുവന്നപ്പോൾ അതവിടെ ഉപയോഗിക്കപ്പെടാൻ സാധിച്ചില്ല. ദേവസ്വത്തിൻ്റെ രേഖയെ കയറ്റിയിട്ടില്ല. സ്ഥാപിക്കാൻ കൊണ്ടുവന്നൊരു വീട്ടിൽ കൊണ്ടുപോയി. ഇതാണ് യാഥാർത്ഥ്യം. ദേവസ്വത്തിൻ്റെ രേഖയിലില്ലാത്ത കാര്യമാണ് രണ്ടാമത്തെ സെറ്റ് ഈ ദ്വാരപാലക ശില്പം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇത്രയും നാൾ അവിടെ ഇല്ലാത്തതിന് കാരണം എന്താ? അവിടെ ഉണ്ടല്ലോ, പീഠം അവിടെ ഇരിപ്പുണ്ടല്ലോ. ഏത് പീഠം ഇല്ലാത്തത്? താനൊരു സെറ്റ് കൂടി കൊടുത്തിരുന്നെന്നും അത് കാണുന്നില്ലെന്നുമല്ലേ ഇദ്ദേഹത്തിൻ്റെ പരാതി. അത് വായിച്ചു നോക്കാൻ മെനക്കെടാതെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പോയ സതീശൻ്റെ ശിഷ്യൻ ഒരാൾ ഇവിടെ വന്ന് എന്തെല്ലാമാ പറഞ്ഞത്. നിങ്ങൾ ആദ്യം കാള പെട്ടെന്ന് കേട്ടാൽ കയറെടുക്കുന്ന സതീശൻ്റെ ശിഷ്യനാകരുത്. അദ്ദേഹത്തിൻ്റെ പരാതി ആദ്യം കേൾക്കണം. അവിടെയുള്ളത് അപഹരിച്ചു എന്നല്ല കേസ്. അവിടെ ഇപ്പോഴും ദ്വാരപാലക ശില്പത്തിൻ്റെ അടിയിലെ 2 പീഠമുണ്ട്. അത് യോജിക്കാതെ വന്നപ്പോൾ പുതിയത് സ്ഥാപിക്കാൻ നോക്കി, അത് നടന്നില്ല. സ്ഥാപിക്കാത്ത 2 ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിട്ടില്ല. ദേവസ്വം ബോർഡിൻ്റെ രേഖയിലില്ല. ഇദ്ദേഹം കള്ളപ്പരാതി കൊടുത്തു. ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിട്ട് ആരോ കൊണ്ടുപോയി. അപ്പോൾ ചോദിച്ചേക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ദേവസ്വം ബോർഡ് പരിശോധന നടത്തി, കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു? കൃത്യമായിട്ട് ഇദ്ദേഹത്തെ പിടികൂടി കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? 25-ാം തീയതി കൊണ്ട് പെങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി. അത് ദുരുദ്ദേശപരമല്ലേ? അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ബോധ്യമായപ്പോൾ എനിക്ക് മാപ്പ് തരണം, ഞാൻ ഇത് നടക്കി വെച്ചിരിക്കുന്നു, എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഇന്ന് വീഴ്ചയാണെന്ന് പറഞ്ഞാൽ തർക്കം തീരുകയല്ലേ? ഒരു സംശയം അവശേഷിപ്പിച്ചു. എന്തിന്? ഇവിടെയാണ് പറയുന്നത്. എന്താണ്? ഈ അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ടാണ് അങ്ങപ്പുറം പന്തളത്ത് ഒരു സംഗമം, തീവ്രവാദ സംഗമം നടന്നത്. കോൺഗ്രസ്സുകാരുടെ ബുദ്ധി കൊള്ളാം. കോൺഗ്രസിൻ്റെ നേതാവിനോട് ഞാൻ പറയുകയാണ്, നമുക്ക് എരുമേലി വരെ പോകാം. അവിടെ ഒരു പുതിയ അമ്പലം പണിയുന്നുണ്ട്. അതിൻ്റെ പേര് വാപുര ക്ഷേത്രം. പണിയുന്നത് RSS ആണ്. എന്താ RSSൻ്റെ അമ്പലത്തിൻ്റെ ആവശ്യം? വാവരസ്വാമി അല്ല, വാപുരൻ. ഇപ്പം VD സതീശൻ പറയുന്നുണ്ടല്ലോ, VD സതീശൻ ആക്രമിക്കുന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞല്ലോ, വാവരസ്വാമി എന്ന് പറയുന്നത് അയ്യപ്പനെ സംരക്ഷിച്ച ആളാണ്. RSS പറയുന്നത് വാവരസ്വാമി എന്ന് പറയുന്ന തീവ്രവാദിയാണ്. വാപുരൻ്റെ അമ്പലം ഉണ്ടാക്കാൻ നടക്കുന്ന RSSനെതിരായിട്ടാണ്. ശബരിമലയുടെ പ്രത്യേകമായ അതിൻ്റെ സ്വത്വത്തെ സംരക്ഷിക്കാൻ അയ്യപ്പ സംഗമത്തിൻ്റെ എല്ലാ ആശയങ്ങളും നിലനിൽക്കുന്നത്. തത്വമസി അത് മിണ്ടിപ്പോയാൽ RSS വളരുമോ?
ശ്രീ അനിൽകുമാർ, ഒറ്റ കാര്യം കൂടി എന്നിട്ട് എനിക്ക് മറ്റ് അതിഥികളിലേക്ക് പോകണം. അങ്ങ് പറഞ്ഞു അപ്പോൾ സ്ഥലം മാറി വന്ന ഒരു ഉദ്യോഗസ്ഥന് ഈ സ്പെഷ്യൽ കമ്മീഷണറെ ഇത് അറിയിക്കണമെന്ന ധാരണയില്ലായിരുന്നുവെന്ന്. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏതാനും ഉദ്യോഗസ്ഥന്റെ അറിവില്ലായ്മ കൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ പറ്റുന്നൊരു സ്ഥലമല്ല ശബരിമല. അങ്ങ് പറഞ്ഞ ചില ഉദ്യോഗസ്ഥർ അപ്പോൾ പെട്ടെന്ന് ചുമതലയേറ്റു എന്നതുപോലെ തന്നെ വർഷങ്ങളായി അവിടെ ചുമതല ഏറ്റു നിൽക്കുന്ന മറ്റുദ്യോഗസ്ഥരുമുണ്ട്. അങ്ങ് സൂചിപ്പിച്ച വീഡിയോഗ്രാഫി ഉൾപ്പെടെ അവിടെ നടന്നിട്ടുണ്ട്. മറ്റുദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് ബെഞ്ചിനെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാം അറിയിക്കേണ്ടതുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട്. ഇത് അടിസ്ഥാനപരമായി അവിടെ എന്ത് ചെയ്യുമ്പോഴും നിർവഹിക്കേണ്ട കടമയാണ്. അതറിയാതെ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ പോയി അവർക്കൊരു വീഴ്ച പറ്റി എന്ന് നിസ്സാരമാക്കാൻ കഴിയുന്നതാണോ ഇത്? അല്ല, നിസ്സാരാക്കണ്ടല്ലോ. തെറ്റുപറ്റിയ നടപടി എടുത്തേക്കാം. പക്ഷെ പ്രശ്നം അവിടെ അല്ലല്ലോ. ഇവിടെ ഒരു വിദ്വാൻ കേന്ദ്രമന്ത്രിയോ മറ്റാണെന്ന് തോന്നുന്നു, ആവിയായി. പണ്ടത്തെ ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു തോന്നുന്നു, ആവിയായി. ആ ആവിയായ മന്ത്രിയോട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടില്ല, ടി വി എൻ്റെ കയ്യിലില്ലല്ലോ, ഞാൻ കാണുന്നില്ല. ആവിയാക്കിയ മന്ത്രിയോട് പറയുകയാണ്, എവിടെ ആവിയായത്? സ്വർണ്ണം അവിടെ ഇല്ലേ? ഈ പറയുന്ന പൂശിയ കാര്യമല്ലേ, ചെമ്പിന്മേൽ പൂശിയതല്ലേ, അതവിടെ കുറവുണ്ടോ? ഇവിടെ കോടതി കണ്ടെത്തൂലേ? അപ്പം എന്താ വിചാരിച്ചിരിക്കുന്നത്? കേരളത്തിലെ LDF സർക്കാരിൻ്റെ കാലത്ത് ഈ തെറ്റായ കാര്യം നടക്കുമെന്നാണോ? ഒരു തെറ്റായ കാര്യവും നടക്കാത്ത. അതിലേക്ക് വരാം. ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് വരാം സുനിൽകുമാർ. കാരണം ഒരു 4.5 കിലോ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെയാണ്. അങ്ങ് പറഞ്ഞതുപോലെ സ്വർണ്ണപ്പാളിയും 2 പീഠങ്ങളും ഉണ്ട്. സ്വർണ്ണപ്പാളി 25.5 കിലോ. സ്വർണ്ണപ്പാളിയുടെ 25.5 കിലോ. ഒരു കാര്യം അല്ലല്ല, അത് പറയാം. ഹൈക്കോടതി ബെഞ്ചിലെ ആരെങ്കിലും വാചാൽ ഒരു കമന്റ് പറയുമ്പോൾ ആ കമന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കൊള്ള ആറുകൾ വർഗീയവൽക്കരിക്കാൻ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കാൻ അറിയാൻ വയ്യാത്തവരാണോ വിധിന്യായത്തിൽ ഇരിക്കേണ്ടവർ? എഴുതണം, ബോധ്യം കൊണ്ട് എഴുതിക്കൂ. ഹൈക്കോടതിയോട് അഭ്യർത്ഥിക്കുന്ന അതാണ്. അവർ സദുദ്ദേശപരമായിട്ട് ഒരു കേസ് വരുമ്പോൾ ഇല്ലയോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ചോദിച്ചാൽ ഉടനെ വാർത്തയാക്കും. എന്നിട്ട് ശബരിമല ബാബരെ തീവ്രവാദിയാക്കാൻ നടക്കുന്ന കൂട്ടരവിടെയുണ്ട്. അതല്ല ഞാൻ പറയണത്. ഈ ദേവസ്വം ബോർഡ് അഭിമാനത്തോടെ പറയുകയാണ്. എന്താണ് അഭിമാനം? ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ സ്വർണവും അവിടെ കിട്ടിയ ഗിണ്ടിയും അവിടെ കിട്ടിയ ഉരുളിയും പാത്രങ്ങളും എല്ലാം കമ്പോട് കമ്പ് പരിശോധിച്ചിട്ട് ഒരു ഒരണുവിട അവിടുത്തെ സ്റ്റോക്ക് രജിസ്റ്ററിൽ കുറവില്ല. ഇതാണ് അഭിമാനം. ശരി, ഈ അഭിമാനം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. നാളെ അവിടെ കുറവുണ്ടെന്ന് കണ്ടാൽ നടപടി വരും. സംശയം എന്താണ്? ഇതെല്ലാം രേഖയുള്ളതല്ലേ? ശരി ശരി. ഇത്രയും അർത്ഥസംഖ്യക്കിടയില്ലാതെ പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് നാളെ അവിടെ ഒരു കുറവുണ്ടെങ്കിൽ എന്ന് പറയുന്നത് സുനിൽകുമാർ? അല്ലല്ല, നാളെ ഉറവിച്ചാൽ നാളെയല്ല, മറ്റന്നാളല്ല, മറ്റൊരു സന്ദർഭത്തിൽ ഒരു കുറവ് വന്നാൽ ഉണ്ട്, നടപടി എടുക്കുമെന്ന് പറയാം. നിലവിലില്ല. അല്ലാണ്ട് എല്ലാ കാലവും ഉദ്യോഗസ്ഥന്മാരെല്ലാം പരമപവിത്രമാണ്. ശരി, നിലവിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇടതുപക്ഷക്കാരാ? നിലവിൽ അങ്ങനെ ഒരു നഷ്ടവുമില്ല. ഈ ഇടതുപക്ഷക്കാരാ ഉദ്യോഗസ്ഥന്മാരല്ല, ഞങ്ങളാരും നിയമിച്ചവരല്ല. ശരി, നിലവിൽ എന്തായാലും സ്റ്റോക്കുകളുടെ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അത് ഉറപ്പാണ്. അത് അഭിമാനത്തോടെ പറയുന്നു എന്നാണ് സുനിൽകുമാർ ആവർത്തിക്കുന്നത്. ഞാൻ അങ്ങിലേക്ക് വരാം. ഇതൊക്കെ കെ ഹരിദാസ്, ഈ ശബരിമലയിൽ പിന്നെ 4.5 കിലോ ആവിയായി എന്ന് നിങ്ങൾ ഇന്നും ആവർത്തിക്കുന്നത് എന്തടിസ്ഥാനത്തിൽ? നിങ്ങളെന്ന് വെച്ചാൽ BJP. ഇന്ന് വി മുരളീധരൻ പറയുകയുണ്ടായി, PS പ്രശാന്ത് രാജിവെക്കണം, ഇല്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റണം. കാരണം ഹിന്ദുക്കൾക്ക് വിശ്വാസം അർപ്പിച്ച് നിൽക്കാൻ കഴിയുന്നില്ല, അവിടെ നടക്കുന്നത് മോഷണമാണ് എന്നാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നു, അതിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്ന് ഇവിടെ അനിൽകുമാർ ആവർത്തിക്കുമ്പോൾ പിന്നെ ആര് സ്ഥാനമൊഴിയണം, എന്തിന് സ്ഥാനമൊഴിയണമെന്നാണ് BJP അടക്കം ആവശ്യപ്പെടുന്നത്? അല്ല, ശബരിമലയിൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ട ആദ്യത്തെ ആള് അവിടുത്തെ തന്ത്രിയാണ്. അതിനുശേഷം അവിടുത്തെ ദേവസ്വം മാനേജറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. അതിനുശേഷം തിരുവാഭരണം കമ്മീഷണറുണ്ട്, തിരുവാഭരണം കമ്മീഷണർ. ആ തിരുവാഭരണം കമ്മീഷണറും അറിഞ്ഞിട്ട് അത് ബോർഡ് അറിയണം, ദേവസ്വം ബോർഡ് അറിയണം. ആ ദേവസ്വം ബോർഡും തീരുമാനമെടുക്കുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം, ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേണം ഈ നടപടികൾ ചെയ്യാൻ. എന്നാൽ ഇതൊന്നും ചെയ്യാതെ
ഇപ്പൊ അനിൽകുമാർ പറഞ്ഞ പോലെ ഏതോ സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥൻ, അയാൾ ഇതൊന്നും അറിഞ്ഞില്ല. വേറെ കുറെ പേര് വന്നു, പൊളിച്ചെടുത്തു, കൊണ്ടുപോയി, അവിടെ പണിഞ്ഞു, കുറെ കിട്ടി, കുറെ ഉണ്ണികൃഷ്ണൻ തിരുമേനി കൊണ്ട് പെങ്ങടെ വീട്ടിൽ കൊടുത്തു. നാണമില്ലയോ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയാൻ? ഇതാ ഏത് ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്? ലോകമറിയുന്ന മഹാ തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചാണ്, ശബരിമലയെക്കുറിച്ചാണ്. ഒരു വർഷം 400-450 കോടി രൂപ ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന മഹാക്ഷേത്രത്തെക്കുറിച്ചാണ്. ആ ക്ഷേത്രത്തിൽ ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ സാധാരണ ടെമ്പിൾ, വെറും കരക്കാരുടെ അമ്പലത്തിൽ പോലും എത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ മഹാക്ഷേത്രത്തില് സ്വർണ്ണപ്പാളി പൊളിച്ചുകൊണ്ട് പോകാം, ദ്വാരപാലകനെ കൊണ്ടുപോകാം, പീഠം എടുത്തുകൊണ്ട് പോകാം, പൂശാതിരിക്കാം. എടുത്തുകൊണ്ട് പോയപ്പോ 42 കിലോ, തിരിച്ചു വന്നപ്പോ 38 കിലോ, 4 കിലോ ആവിയായി പോയി. എന്നിട്ട് പറയും എല്ലാം ശുദ്ധം, എല്ലാം വളരെ ഗംഭീരം, ഒരു കുഴപ്പവുമില്ല എന്ന്. വളരെ കഷ്ടമാണ്. ശബരിമല ക്ഷേത്രത്തിൽ കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ വളരെയേറെ യാതനയും വേദനയും അനുഭവിച്ചാണ് അവിടെ വരുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ, അവരുടെ ദുഃഖങ്ങളുടെ അർപ്പണമാണ്, സമർപ്പണമാണ് അവിടുത്തെ കാണിക്ക വഞ്ചിയിലെ ഓരോ നാണയവും. ആ ഭണ്ഡാരത്തിൽ വീഴുന്ന ഓരോ വഴിപാടും അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്, അവരുടെ വേദനയുടെ കാണിക്കുക. അതെടുത്തു വെച്ചിട്ടാണ് ഈ ദുരുപയോഗം ചെയ്യുന്നത്. എത്രമാത്രം ദുരുപയോഗങ്ങൾ, എത്രമാത്രം അഴിമതികൾ, എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ ദ്വാരപാലക ശില്പങ്ങള് സ്വർണം പൂശാൻ കൊണ്ടുപോയത് അറിയുന്നില്ല. അത് കൊണ്ടുപോയ ഉദ്യോഗസ്ഥനല്ല, പിന്നെ വന്ന ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര കുറഞ്ഞു എന്നറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഹൈക്കോടതി പോലും എഴുതിക്കോ എന്നൊക്കെയാണ് ശ്രീ അനിൽകുമാർ പറയുന്നത്. അനിൽകുമാർ പറയുന്ന പോലെ എഴുതാനിരിക്കുന്നവരാണ് ഹൈക്കോടതി ജഡ്ജസ് എന്നൊന്നും ഞാൻ കരുതില്ല. അവരൊക്കെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതിയത്. എന്തുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. കാരണം കൊടിമര പ്രതിഷ്ഠ സ്വർണം പൂശുന്ന അവസരത്തിൽ തന്നെ ഹൈക്കോടതിയുടെ റൂളിംഗ് ഉണ്ട്, ശബരിമലയിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും സ്പെഷ്യൽ കമ്മീഷണർ അറിയണം. പക്ഷെ ആ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞു വലിയ മഹാസമ്മേളനം ഒക്കെ എന്തോ അവിടെ നടത്തി എന്ന് പറഞ്ഞു. 7 കോടി രൂപ മുടക്കിയിട്ട് അവിടെ 423 പേരെ നടത്തിയ സമ്മേളനമൊക്കെ നമ്മൾ കണ്ടു. അവിടെ നടത്തിയ ചർച്ചകളിൽ എത്ര പേര് പങ്കെടുത്തുന്നു ഒക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ വെറും തട്ടിപ്പാണ്. ശബരിമലയുടെ പേരിൽ അയ്യപ്പ ഭക്തരുടെ മുമ്പിൽ ഞങ്ങളും വലിയ വിശ്വാസികളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ് പമ്പയിലും ഒക്കെ നടത്തിയത്. അതുകൊണ്ടാണ് അവിടെ ഈ ശുഷ്കമായിട്ട് അവിടെ ആ സമയത്ത് ശബരിമലയിലേക്ക് 100 കണക്കിന് അയ്യപ്പന്മാർ കെട്ടുമുറുക്കി നീലിമല കയറി പോകുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഇവരുടെ കൂടാരത്തിൽ കയറിയോ? ഒരൊറ്റ കെട്ടുമുറുക്കി അയ്യപ്പനെ നിങ്ങൾ കണ്ടോ? അവിടെ എന്താ കയറാഞ്ഞേ? ഇവരാരാന്ന് അവർക്കറിയാം. 2018 ഇവര് നടത്തിയ ക്രൂരത, ഇവര് അയ്യപ്പസ്വാമി ആ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അട്ടിമറിച്ചവരാണെന്ന് അവർക്കറിയാം. ആയിരക്കണക്കിന് ആൾക്കാർ അടികൊണ്ട് ഇപ്പോഴും അവരുടെ പേരിൽ കേസുകൾ കിടക്കുകയാണ്. ഒരുപാട് ആളുകളുടെ വ്യാപാര സ്ഥാപനങ്ങൾ, ഒരുപാട് അയ്യപ്പ ഭക്തരുടെ വീടുകൾ, നിരവധി ആളുകൾ അവർക്ക് ബലിദാനികളാകേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള ഇവർ ഈ നടത്തുന്നത് വെറും കപടതയാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് ആ കൂടാരത്തിലേക്ക് ഒരു അയ്യപ്പ ഭക്തനും കയറാതിരുന്നത്. എന്നാൽ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെ പന്തളത്ത് കണ്ടപ്പോൾ ചിലപ്പോൾ അനിൽകുമാറിനും ഒക്കെ കണ്ണ് മഞ്ഞളിച്ചു കാണും. അതാണ് ഭക്തി. അവിടെ എത്തിയ അയ്യപ്പന്മാർ കാശ് മുടക്കി വലിയ AC ഇത് വെച്ചിട്ടൊന്നും വന്നവരല്ല. വെറും പന്തലിൽ അവർ പതിനായിരക്കണക്കിന് ആൾക്കാർ അവിടെ വന്നു. നിങ്ങളുടെ പോലീസിന് തന്നെ തെറ്റിയില്ലേ? നിങ്ങളുടെ പോലീസ് പറഞ്ഞില്ലേ 3000 പേര് കൂടെ വരത്തില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങൾ അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തേക്കില്ലേ? അവിടെ 10,000കണക്കിന് ആൾക്കാർ വന്നു, എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്നതിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അനിൽകുമാറെ മനസ്സിലാക്ക്, ഇത് അയ്യപ്പ ഭക്തരാണ്. അവർക്ക് നിങ്ങളുടെ ലക്ഷങ്ങളും കോടികളും AC കൂടാരങ്ങളും ഒന്നും വേണ്ട. അവരവിടെ എത്തും. എത്ര ബുദ്ധിമുട്ടിയാലും അവരവിടെ എത്തും. നിങ്ങളുടെ മുഖ്യമന്ത്രി വിളിച്ച കല്ലുമുള്ളും കാലിക്കുത്തൊന്നും അല്ല. നിങ്ങൾക്ക് ഏതായാലും എനിക്ക് അതിനകത്ത് അദ്ദേഹത്തോട് ഒരു തരത്തില് കല്ലുമുള്ളും കാലിക്കുത്തെന്ന് എന്തോ ആയാലും ശരി വിളിച്ചല്ലോ. നിങ്ങളുടെ ആ മുഖ്യമന്ത്രി ശബരിമല അയ്യപ്പന്റെ ഒരു ശരണമെങ്കിലും തെറ്റിയാണെങ്കിലും വിളിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് ഒരു ന്യായീകരണം പറയുന്നത് കേട്ടു, നിങ്ങളുടെ ചില ആൾക്കാർ അവിടെ AC തണുപ്പ് കൂടുതലായിരുന്നുകൊണ്ടാണ് ആ കൂടാരത്തിൽ നിന്ന് ആൾക്കാര് പുറത്തിറങ്ങി നിന്നത് എന്ന്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ, വൃശ്ചികം മകരം മാസകാലം ആ കൊടും തണുപ്പിൽ കോടമുഞ്ഞുള്ള സമയത്ത് പമ്പയിലിറങ്ങി മുങ്ങി മണിക്കൂറുകൾ ക്യൂ നിന്ന്
നീലിമലയും അപ്പാച്ചിമേടും അതേപോലെ തന്നെ ശരംകുത്തിയും താണ്ടി ശബരിമലയിലെത്തി ദർശനം നടത്തുന്നവരാണ് അയ്യപ്പ ഭക്തന്മാര്. അവർക്ക് നിങ്ങളുടെ AC-യുടെ തണുപ്പൊന്നും ഒരു കുന്തമല്ല. പക്ഷെ നിങ്ങൾ വിളിച്ചു വരുത്തിയവര് ചിലപ്പോ AC-യുടെ കുളിർ കണ്ടാൽ വിറയ്ക്കുന്നവരായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥ ഭക്തന്മാരെ അളക്കാനൊന്നും നിങ്ങളായിട്ടില്ല. പന്തളത്ത് വന്നത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാര്, സന്യാസിമാരാണ്. അവരൊക്കെ നിസ്വാർത്ഥരാണ്. അവർക്കൊന്നും കോടികൾ മുടക്കിയിട്ട് വന്നതല്ല. നിങ്ങൾ 7 കോടി മുടക്കിയെങ്കിൽ അവിടെ 7 ലക്ഷം മുടക്കിയപ്പോ അവിടെ അത്രയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ പന്തലും മറ്റു കാര്യങ്ങൾക്കുള്ള ചെലവ് ഉണ്ടായപ്പോ അവിടെ 10,000 പങ്കെടുത്തു. അതാണ് അയ്യപ്പ വിശ്വാസം. ശരി, അഡ്വക്കേറ്റ് ശ്രീത്ത് പെരുമന, ഈ കോടതിയുടെ ഇടപെടൽ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്, പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ആരെയാണ്? നോക്കൂ വേണു, അക്ഷരാർത്ഥത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയം തുറന്നു വെച്ചത്. എൻ്റെ ഒരു ചാരുതാർത്ഥ്യം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുള്ള ഈ ദ്വാരപാല പീഠമോ അല്ലെങ്കിൽ അതിലെ പാളികളുടെ വിഷയങ്ങളല്ല. 1999 മധ്യരാജാവ് ഈ പറയുന്ന ശ്രീകോവിൽ മുഴുവനായിട്ട് ഇതിൽ സ്വർണം പൂശുമ്പോൾ അന്ന് പൂശിയ ആ സമയത്തെ തൊട്ടുള്ള മുഴുവൻ കണക്കുകളും ഹാജരാക്കണം, അല്ലെങ്കിൽ അത് തൊട്ടുള്ള അന്വേഷണമാണ് റിട്ടയേർഡ് ജില്ലാ ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ നടത്തേണ്ടത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിധി. ഇതിൽ CPM-ന്റെ പ്രതിനിധിയോടും കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടും BJP-യുടെ പ്രതിനിധിയോടും ഞാൻ പറയട്ടെ, നിങ്ങൾ പരസ്പരം ചെളിവാരി എറിയുമ്പോഴും സുവോമോട്ടോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് എന്നാണ് ഈ കേസിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു കേസിൽ സെപ്റ്റംബർ 17 ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഈ ഉത്തരവിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേരളം അറിയുന്നത്, ഇത്തരത്തിലൊരു വാസുദേവനെ കേരളം അറിയുന്നത്. എന്താണ് സംഭവിച്ചത്? നേരത്തെ ശ്രീ K. അനിൽകുമാർ പറഞ്ഞതിൽ ചെറിയ തിരുത്തുകളുണ്ട്. അതായത് ഈ ദ്വാരപാലക പാളികൾ 2019 ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ ചെയ്യുന്നത്, ശരിയാണ്. പക്ഷേ 1999 യഥാർത്ഥത്തിൽ കരിങ്കൽ ശില്പങ്ങളിൽ അല്ലെങ്കിൽ കരിങ്കൽ വിഗ്രഹങ്ങളിൽ ഈ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ സ്വർണം ഈ കോപ്പറിന് മുകളിലേക്ക് പൂശുന്നത്. ശേഷം 2019 ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്യുകയും പിന്നെ അത് 40 വർഷത്തേക്കുള്ള ഒരു ഗ്യാരണ്ടിയിലാണ് ഈ സ്വർണം പ്ലേറ്റ് ചെയ്യുന്നത്, ഈ കോപ്പറിലേക്ക് സ്വർണം പ്ലേറ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം ഇത് എത്ര കാലം ഇവിടെ നിൽക്കും, എത്ര സമയം വരെ നിൽക്കും എന്നുള്ളത്. അപ്പോൾ ഇതിന് പുറത്ത് കൃത്യമായിട്ടുള്ള ഒരു കോൺസ്പിറസി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2 കോപ്പർ പ്ലേറ്റുകളും അഴിച്ചുപോയി ഈ പറയുന്ന ചെന്നൈയിലെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ഒരു എൻട്രിയും ഏതെങ്കിലും ദേവസ്വം ഡയറിയിലോ മഹസറിലോ ഉണ്ടാകുന്നില്ല. അതിന് ഈ പറയുന്ന ദേവസ്വം പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഈ ഗ്യാരണ്ടിയിൽ പെടുന്ന ഒരു സാധനം എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ റിപ്പയർ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ തങ്ങൾ അത് ദേവസ്വത്തിനെയോ ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറെയോ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയോ ഒന്നും അറിയിക്കേണ്ട എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് പറയാം, ഈ എൻട്രിയിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ഈ പറയുന്ന തിരുവാഭരണ ഡയറിയിൽ കൃത്യമായിട്ടുള്ള മിസ്സിങ്ങുകളുണ്ട് എന്നാണ് ഇന്ന് ചീഫ് വിജിലൻസ് കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. അപ്പോൾ 42.8 കിലോഗ്രാം സ്വർണം ചെന്നൈയിൽ കൊണ്ടുപോയി അത് പ്ലേറ്റിംഗ് നടത്തി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ, അതായത് ഈ കമ്പനിക്ക് ഈ ഫേമിന് അത് കിട്ടുമ്പം അവിടെ എത്തുന്നത് 4.54 കിലോ കുറവിലാണ്. അപ്പോൾ ഈ ഇടനിലക്കാരനായിട്ടുള്ള സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഈ ഫേമിന് കൊടുക്കുമ്പോൾ തന്നെ 4.54 കിലോ കുറവുണ്ട് എന്നാണ് പറയുന്നത്. അത് പിന്നീട് തിരികെ കൊണ്ടുവരാൻ ഹൈക്കോടതി ആവശ്യപ്പെടുമ്പോൾ തിരികെ കൊണ്ടുവരണമെന്നൊന്നും ഹൈക്കോടതി പറഞ്ഞില്ല. അതിൻ്റെ സാഹചര്യം അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ അത് ഉരുക്കി അതിനുശേഷമേ അത് തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇതിന് ശേഷമാണല്ലോ ഒരു സുപ്രഭാതത്തിൽ 17-ാം തീയതി കഴിഞ്ഞു, ഈ ശനിയാഴ്ച തന്നെ ഇതിൻ്റെ ഈ പറയുന്ന മിനി അന്തർജനത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഇത് കൺസീൽ ചെയ്ത നിലയിൽ കിട്ടിയെന്നാണ് പറയുന്നത് ഇന്നത്തെ ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിൽ. എന്താ കൺസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്, ഒരു സീൽഡ് പാക്കറ്റിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതാണ് അവർ സീസ് ചെയ്തിട്ടുള്ളത്. അതാണ് ബഹുമാനപ്പെട്ട ഇന്ന് തിരുവനന്തപുരത്തുള്ളത്. അത് ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഇതിന് താങ്കൾ പറയുകയുണ്ടായി സ്വമേധയാണ്. ഒരു കാര്യം കൂടെ, അതായത് ഒരു പാരലൽ ശബരിമല ഈ പറയുന്ന ആനിക്കാട് എന്ന് പറയുന്ന കോട്ടയം ഭാഗത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണു വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിൽ മാത്രം കേൾവിയുള്ള വസ്തുതകളാണ് നമുക്കിതൊക്കെ.
ഗുജറാത്തിലെ ഒരു കോടതി പോലും പാരലായിട്ട് വ്യാജ കോടതികൾ പോലൊക്കെ ഉള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വ്യാജ ശബരിമല, അതായത് ഒരു ഭക്തൻ, അയ്യപ്പസ്വാമിയുടെ വലിയ ഭക്തൻ എന്ന് നടിച്ച ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹത്തിന്, ഈ വാസുദേവൻ എന്ന് പറയുന്ന ആൾക്ക്, ഇടനിലക്കാരന് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏൽപ്പിച്ചത്. 2021 മുതൽ 2025 ഈ സമയം വരെ അവിടെ ഭക്തർ വരാറുണ്ടായിരുന്നു ഈ ആനിക്കാട് എന്ന് പറയുന്ന ഈ വാസുദേവന്റെ വീട്ടിൽ എന്നുള്ളതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ഇന്ന് ചീഫ് വിജിലൻസ് ഹൈക്കോടതി റിപ്പോർട്ട് നൽകിയത്. ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പറയുന്നത്. ശരി, 1-2 ചോദ്യങ്ങൾ ശ്രീത്ത് ചുരുക്കി മറുപടി പറയണം. അങ്ങ് പറയുകയുണ്ടായി ഇതിന്റെ രാഷ്ട്രീയ രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് ഇത് പോകുമ്പോൾ മനസ്സിലാക്കണം, ഇത് സോമോട്ടോ കോടതി എടുത്തിരിക്കുന്ന കേസാണ്, സോമോട്ടോ എടുത്തിരിക്കുന്നു, സ്വമേധ എടുത്തിരിക്കുകയാണ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ്. ഈ ശബരിമലയിൽ ഒരു സ്റ്റേക്ക് ഉണ്ട് ഹൈക്കോടതിക്ക്, എത്ര സോമോട്ടോയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു ദേവസ്വം ബെഞ്ചുണ്ട് അല്ലേ? അപ്പോൾ ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡറാണ് ഹൈക്കോടതി, അത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. സ്വമേധയാ കേസെടുത്തെന്ന് പറയുമ്പോൾ അത് ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചു വന്ന വീണ ഒരു ബെഞ്ചല്ല, നിരന്തരമായി നിരീക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട സംവിധാനം തന്നെയാണ്. അതൊന്ന്. 2, ഇവിടെ അങ്ങ് പറയുന്നു ഇവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന്. പക്ഷെ അങ്ങയുടെ സംശയമുനയും പോകുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമാണ്. ഇത് കണ്ടെത്തിയ ചീഫ് സ്പെഷ്യൽ കമ്മീഷണർ, വിജിലൻസ് കമ്മീഷണർ, ഇത് അന്വേഷിച്ച ദേവസ്വം വിജിലൻസ്, ഈ ഉദ്യോഗസ്ഥരൊക്കെ ഈ സർക്കാരിൻ്റെ ഭാഗമല്ലേ? കോടതിയുടെ ഭാഗമാണോ അവർ? അങ്ങനെ ഒരു പവിത്രത അവർക്കുണ്ടോ? കോടതി പറയുന്നു, കോടതിക്ക് അന്വേഷണ സംവിധാനമില്ലല്ലോ. അന്വേഷണം കൃത്യമായി നിർവഹിച്ച് കോടതിയെ ഈ ബോധ്യത്തിലെത്തിച്ച ഉദ്യോഗസ്ഥ സംവിധാനം ഈ സർക്കാരിൻ്റെ ഭാഗമല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ഇനി 3-ാമത്തെ കാര്യം, ഇതിന് രണ്ടിനുമുള്ള മറുപടി എനിക്ക് അതിനുശേഷം മതി. ഈ വ്യാജ ശബരിമലയുമായി ബന്ധപ്പെട്ട അങ്ങോട്ടുള്ള ചോദ്യം. ഈ 2 ചോദ്യത്തിനും കൂടെ എനിക്ക് തോന്നുന്നു തത്വത്തിൽ ഓരോ ഉത്തരമേ ഉള്ളൂ. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു സ്ഥിരം ഈ പറയുന്ന ദേവസ്വം ബെഞ്ചുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ദേവസ്വം ബെഞ്ച് ഉണ്ടായത്? വേണു മനസ്സിലാക്കണം, 22,000 ടൺ സ്വർണ്ണ നിക്ഷേപമുള്ള ലോകത്തെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അതിൽ തന്നെ 22,000 ടണ്ണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപമുള്ളപ്പോൾ 4,300 ടൺ സ്വർണം ഉള്ളത് ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിലാണ്. ഈ ക്ഷേത്രങ്ങളിൽ തന്നെ ഇന്ത്യയിലെ തന്നെ 13 ക്ഷേത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തേത്, ലോകത്തിൽ തന്നെ ആദ്യത്തേത് പത്മനാഭസ്വാമി ക്ഷേത്രവും 11ാമത്തേത് ശബരിമലയും 13ാമത്തേത് ഗുരുവായൂർ ക്ഷേത്രവുമാണ്. അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥിരം ദേവസ്വം ബെഞ്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുള്ളത്. പക്ഷേ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേവലം ഒരു സ്പെഷ്യൽ കമ്മീഷണറുടെയോ വിജിലൻസ് ഓഫീസറുടെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെയോ ഡ്യൂട്ടി ഹൈക്കോടതി ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സ്വാഭാവികമായും ഇതിന്റെ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. സ്റ്റേക്ക് ഹോൾഡർ എന്ന നിലയിലാണ് ഹൈക്കോടതി ഇടപെടുന്നത്. അതല്ലാതെ ഈ സർക്കാർ ആകെ അബദ്ധത്തിലാക്കി ശബരിമലയെ, അത് ഒരു തട്ടിപ്പ് കേന്ദ്രമാക്കി, അപ്പോൾ സ്വമേധയാ അങ്ങ് കേസെടുത്തു. അങ്ങനെയല്ല, എനിക്ക് അത്ര അറിയേണ്ടിയിരുന്നുള്ളൂ. ഇനി 2-ാമത്തെ കാര്യം, അങ്ങ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സെക്കൻഡ് ഈ കാതലായ കാര്യത്തിൽ കൂടെ ഉത്തരം തരൂ. ഇവിടെ ഈ ഇത്തരം ഉത്തമ ബോധ്യത്തിലേക്ക് കോടതി എത്തുക, ഇപ്പോഴും കോടതി പറയുന്നത് എന്താണ്? വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, അപ്പോഴും വിജിലൻസിന്റെ പരിശോധനകൾ അങ്ങനെ തന്നെ തുടരണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസിന്റെ അത് ഏത് സംവിധാനത്തിന്റെ ഭാഗമാണ്? അത് സർക്കാരിലും കോടതിയിലും ഒന്നും ബാധിക്കാത്തൊരു സ്വതന്ത്ര സംവിധാനമാണോ? വേണു, ഇവിടെ ഞാൻ ഈ സർക്കാരിന് ഏതായാലും ഒരു ക്ലീൻ ചീറ്റ് ഒന്നും ഈ വിഷയത്തിൽ കൊടുക്കാൻ വേണ്ടി തുനിയുന്നില്ല. കാരണം കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പല കേസുകളിലും, പ്രത്യേകിച്ച് ശബരിമല കേസിൽ വളരെ കൃത്യമായിട്ട് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്, ദേവ മീൻസ് ഗോഡ്, സ്വം മീൻസ് ഓണർഷിപ്പ്. അതായത് ദേവസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ദേവസ്വം. അല്ല വേണു, ഞാൻ പറയാം, ഇടപെടലിൽ കൂടി പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്റെ ചോദ്യത്തിന് നേരിട്ട് മറുപടി തരണം. അല്ല, ഞാൻ അതുകൊണ്ടാണ് വേണു ഞാൻ പറഞ്ഞത്, ഞാൻ ഈ സർക്കാരിനെ വെള്ള പൂശുന്നതല്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ വിഷയത്തിലുണ്ട്. ലാബ്സ് ഉണ്ടായിട്ടുണ്ട് സർക്കാരിന്റെ ഉത്തരവാദിത്വ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് ഇന്ന് കോടതിക്ക് ഉത്തമ ബോധ്യം ഉണ്ടാക്കിയ റിപ്പോർട്ട് ആര് സമർപ്പിച്ചു? ഏത് വിഭാഗം പോയി അന്വേഷിച്ചിട്ട് എങ്ങനെ കണ്ടെത്തി? ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് എന്തായിരുന്നു എന്നതടക്കം കോടതിയെ ബോധ്യപ്പെടുത്തത് വിജിലൻസ് ദേവസ്വമാണ്, ദേവസ്വത്തിന്റെ വിജിലൻസ് ആണ്. അത് ഈ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ്, ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചു വന്നതല്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റേക്ക് ഹോൾഡർ എന്ന നിലയിലാണ് ഇടപെടുന്നത്. ഇനി ഈ ഉത്തമ ബോധ്യത്തിലേക്ക് കോടതി എത്തിച്ചതും ഇതേ സർക്കാരിന്റെ തന്നെ ഒരു അന്വേഷണ സംവിധാനമാണ്. അതൊന്നും കാണാതെ ഏറ്റവും പരമപ്രധാനമായ
കോടതി ഇടപെട്ടപ്പോഴാണല്ലോ ഇവർക്ക് ശരി, ഉണർവുണ്ടായത്, അതെ, ഇത്തരത്തിൽ കോടതി അന്വേഷണം ഇടപെട്ടു എന്നത് ശരി, കോടതി ഇടപെടാൻ ഉത്തരവാദപ്പെട്ടതുമാണ്. ഇനി അങ്ങ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം പറയുകയുണ്ടായി, അവിടുത്തെ ടൺ കണക്കിന് സ്വർണത്തിന്റെ കണക്കും അങ്ങ് നിരത്തുകയുണ്ടായി. അപ്പോൾ അതിലും അങ്ങനെയെങ്കിൽ സ്വമേധയാ ചാടി വീഴേണ്ടതായിരുന്നു കോടതി. കാരണം എന്താ, ഈ വർഷം മെയ്യിൽ അവിടെ 13 കിലോയുടെ സ്വർണ്ണദണ്ട് കാണാതാവുകയും പിന്നെ അത് പൂഴിമണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന രൂപത്തിൽ പിന്നീട് വീണ്ടെടുക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായല്ലോ. അതിലിങ്ങനെ നിർത്തിപ്പൊരിക്കലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുൻപ് ഇങ്ങനെ ഒരു ഞാൻ ശ്രീത്തിലേക്കല്ല വരുന്നത്, ഈ സർക്കാരിനെ സംശയ നിഴലാക്കുന്ന രൂപത്തിൽ ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ പുറപ്പെടുവിച്ചത് എന്തുകൊണ്ട്? അനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ നാവുകൊണ്ട് മാത്രം ഒരു 4.5 കിലോ ആരോ അടിച്ചുകൊണ്ടുപോയി എന്ന രൂപത്തിലൊരു പ്രതീതി കോടതി സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? ഇതൊക്കെ കോടതിയും അഭിമുഖീകരിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇടവേളയ്ക്ക് പോകണം, ഇടവേളയ്ക്ക് ശേഷം മറ്റ് കള്ളന് കഞ്ഞി വെച്ചവനോ എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ പ്രതിപക്ഷ നേതാവ് ചില ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. ദേവസ്വം പ്രസിഡന്റ് ഉത്തരങ്ങൾ പറയാൻ ഉത്തരവാദപ്പെട്ട ആളാണ് എന്നൊക്കെ അങ്ങ് പറയുകയുണ്ടായി, ശരിയാണ്. പക്ഷേ ഇപ്പോൾ വി.ഡി. സതീശൻ എന്താണോ പറഞ്ഞത് അതിൻ്റെ മാറ്റൊലിയായി വി. മുരളീധരൻ എന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് പറയുകയുണ്ടായല്ലോ, പമ്പാ സംഗമം പന്തളം സംഗമത്തിനുള്ള വരവേൽപ്പുണ്ടാക്കുകയായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശൻ പാതിയിൽ നിർത്തിവെച്ചത് പൂരിപ്പിക്കുന്ന പണി വി. മുരളീധരൻ ഏറ്റെടുക്കുന്ന രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണേണ്ടത്? കൂടാതെ ഈ കോടതിയുടെ ഉദ്ദേശശുദ്ധിയെപ്പറ്റി അങ്ങേക്ക് എന്താണ് അഭിപ്രായം? കോടതി വാക്കാൽ ചിലത് പറയുന്നു. ഈ കോടതിയുടെ ഉത്തമബോധ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച അന്വേഷണ സംവിധാനം ഏത് സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്നത് കാണാതിരിക്കാൻ കഴിയുമോ? പിന്നെ പരമപ്രധാനമായൊരു കാര്യം, അതാണ് ഞാൻ ശ്രീത്തിലേക്ക് ബാക്കി വെച്ചിരുന്നത്. ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമായി ചുരുങ്ങരുത് അന്വേഷണം എന്ന് കോടതി എന്തുകൊണ്ട് പറയുന്നു? കോടതി വ്യക്തമായി കണ്ടെത്തപ്പെട്ടിരിക്കുന്ന ഒരു തട്ടിപ്പുകാരനുമായി ബന്ധപ്പെട്ട നടപടികൾ കർക്കശമായി പോകണമെന്ന് പറയാതിരിക്കുന്നു. എന്നിട്ടൊരു വലിയ നിഗൂഢത ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ശബരിമല കേന്ദ്രീകരിച്ച് അങ്ങ് പുതപ്പിക്കുകയാണ്. ആ പുതപ്പിക്കുമ്പോൾ ആ പുതപ്പിന് വേഗം ഉടനെ തന്നെ ഇറങ്ങിവന്ന് കാവിനിറം അടിക്കുകയാണ് വി. മുരളീധരൻ വിശദമായൊരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട്. ഈ NSS വിഷയത്തിൽ പ്രതിരോധത്തിലായ വി. മുരളീധരൻ്റെ പാർട്ടിക്ക് ഇന്ന് നാവ് അനക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് ഈ രൂപത്തിലുള്ള കോടതിയുടെ നിരീക്ഷണങ്ങളാണ് എന്ന വിമർശനം അങ്ങേക്കുണ്ടോ ഇല്ലയോ? അതോ CPM-നെ മാത്രം നിരന്തരം പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നതാണോ സമീപനം? അല്ല വേണു, ഈ CPM-നെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുകയല്ല കോൺഗ്രസിന്റെ സമീപനം എന്ന് ഇന്ന് കേരളമെമ്പാടും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ യോഗങ്ങളുടെ ചിത്രം പരിശോധിച്ചാൽ, വാർത്തകൾ പരിശോധിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകും. രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിച്ചു കൊല്ലാൻ മടിക്കില്ല എന്ന് പറഞ്ഞ BJP-യുടെ വക്താവിനെതിരെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് BJP-ക്കാരായിട്ട് ഇക്വേറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. വി.ഡി. സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അത് വി. മുരളീധരൻ പൂർത്തിയാക്കേണ്ടതില്ല. കേരളത്തിലെ വിശ്വാസി സമൂഹവും കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും അത് കൂട്ടി വായിച്ച് പൂർത്തിയാക്കിക്കോളും. ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വി. മുരളീധരൻ്റെയോ BJP-യുടെയോ സഹായം ആവശ്യമില്ല. പിന്നെ വി. മുരളീധരൻ പറഞ്ഞതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് കിട്ടണമെങ്കിൽ BJP-യുടെ പ്രതിനിധിയോടോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ ആളുകളോടോ ഒക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റുമായിരിക്കും. ഇനി രണ്ടാമത്, കോടതിയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു തർക്കമുണ്ടെന്ന് താങ്കൾക്കും വിചാരം ഉണ്ടാവില്ല. കാരണം ഇന്ത്യയിലെ പല കോടതികളിൽ നിന്നും വരുന്ന പല വിധികളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള പാർട്ടിയാണ് കോൺഗ്രസ്, വ്യക്തിപരമായി ഞാനും. അപ്പോൾ പോലും ഈ കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിന്നാൽ പോരാ, അന്വേഷണം നടക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് അതിലൊരു സംശയം ഇപ്പോൾ കാണാൻ കഴിയില്ല. ബാക്കി വിവരങ്ങൾ പുറത്തു വരട്ടെ. കാരണം ഇവിടെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ കുറിച്ചിട്ട് അനിൽകുമാർ പറഞ്ഞു. കാര്യത്തിൽ ഇടപെടാത്തതുകൊണ്ടാണ് നമുക്ക് ചോദ്യം പറഞ്ഞു പോയി. സമയം കുറവാണ്. രാഹുൽ ഈശ്വറും ഈ ചർച്ചയുടെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. ജിൻഡോ, 2006 ഇതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ പരപ്പനമങ്ങാട് ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന ഒരു അവതാരമാണ് അന്ന് രംഗത്ത് വന്നത്. അവിടെ ഈ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ദേവപ്രശ്നമൊക്കെ നടത്തുന്നു. അദ്ദേഹം പറയുകയാണ്, അവിടെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ട്, അവിടെ വന്ന് വിഗ്രഹത്തിൽ തൊട്ടിട്ടുണ്ട്, തൊട്ട് പിന്നാലെ വിവാദമുണ്ടാകുന്നു. ജയമാല എന്ന കന്നഡ നടി ഏറ്റുപറയുന്നു ഞാൻ അവിടെ വന്നിരുന്നുവെന്ന്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്കൊക്കെ പോകുന്നു. അത് ഒടുവിൽ എവിടെയാണ് എത്തിച്ചേർന്നെന്ന് അങ്ങേക്കറിയാമല്ലോ. കച്ചവട താല്പര്യവും അതുപോലെ തന്നെ പ്രസിദ്ധിയും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയാണെന്ന് പിന്നീട് തെളിയുകയുണ്ടായല്ലോ. ഈ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ, ജയമാല തുടങ്ങിയിട്ടുള്ള അവതാരങ്ങൾ വന്നിറങ്ങിയത്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട കള്ളക്കണ്ണൊരു പോറ്റി വെച്ച് പുലർത്തുന്നുണ്ട് എങ്കിൽ ഈ 2006 അനുഭവം വെച്ചുകൊണ്ട് കോടതി അതിൽ കർക്കശമായ നിലപാടെടുക്കേണ്ടേ? അല്ല വേണു, ഞാൻ പറഞ്ഞു വരുന്ന അവിടേക്ക് തന്നെയാണെന്നേ. ഇവിടെ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടണ്ടേ? ഇവിടെ അനിൽകുമാറും സൂചിപ്പിച്ചു ഗൂഢാലോചനയുണ്ട്.
ആ ഗൂഢാലോചന ആര് നടത്തി? എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആര് പോറ്റി വളർത്തിയതാ? ഇനി CPM പോറ്റി വളർത്തി നിങ്ങൾ സൗകര്യപൂർവ്വം അവിടെ അവസരം കൊടുത്ത് നിങ്ങൾ യാതൊരു ഈടുമില്ലാതെ, അതായത് എല്ലാവിധ ഉറപ്പോടും കൂടി വിശ്വാസ്യതയോടും കൂടി സ്വർണം ഏൽപ്പിച്ച് ധാരപാലക ശില്പം ഏൽപ്പിച്ചു കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരത്തിൽ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണ്ടേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിട്ടി, സ്വർണം കിട്ടി, പാളിക കിട്ടി എന്ന് പറഞ്ഞ് മാത്രം പോരല്ലോ. ഇതിന്റെ പുറകിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കപ്പെടണ്ടേ? അവിടേക്ക് പോകണ്ടേ? അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിന്നാൽ പോരല്ലോ. ഇനി ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇവിടെ ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയിക്കപ്പെടാൻ സാഹചര്യമുണ്ടെന്നേ. 6 വർഷക്കാലമായിട്ട് അവിടുത്തെ സ്വർണത്തിൽ മിസ്മാച്ച് ഉണ്ടെന്നുള്ള കാര്യം ദേവസ്വം ബോർഡിന് അറിയില്ല, ഈ സംസ്ഥാന സർക്കാരിന് അറിയില്ല, ഇവർക്ക് ഒരു പരാതിയുമില്ല. കോടതിയുടെ ഒരു നിരീക്ഷണം വരുമ്പോൾ മാത്രമാണ് പെട്ടെന്ന് വെളിപാടുണ്ടാകുന്നത് പോലെ അങ്ങനെ ഒരു സംശയം വരുന്നതെങ്കിൽ ആ സംശയം സംശയിക്കപ്പെടേണ്ടതാണ്. അവിടെയുള്ള ഗൂഢാലോചന പരിശോധിക്കപ്പെടണം. ഇനി അനിൽകുമാറിന് ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെയോ UDFനെയോ ഒക്കെ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ ഉൾപ്പെടുത്താൻ തോന്നുന്നുണ്ടെങ്കിൽ അനിൽകുമാർ രേഖാമൂലം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണം. ഈ ആഗോള അയ്യപ്പ സംഗമം കുളമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോറ്റി വളർത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പരാതി കൊടുക്കണം. അങ്ങനെ പരാതി കൊടുക്കാനുള്ള മിനിമം നിയമബോധമൊക്കെ താങ്കൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഇനി അടുത്തത്, ഈ സതീശന്റെ ശിഷ്യൻ എന്ന് താങ്കൾ എന്നെ ആക്ഷേപിക്കുക. താങ്കൾ പറയുന്ന രാഷ്ട്രീയത്തിനെ എതിർത്ത് എന്റെ രാഷ്ട്രീയ അഭിപ്രായം പറയുമ്പോൾ, എന്റെ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം പറയുമ്പോൾ സതീശന്റെ ശിഷ്യൻ എന്ന് ആക്ഷേപിക്കാൻ താങ്കൾ ഉപയോഗിച്ച വാക്ക് ഞാൻ അഭിമാനത്തോടെ കാണുന്നത്. VD സതീശന്റെ ശിഷ്യനാണെന്ന് പറയാൻ എനിക്ക് അഭിമാനം. പക്ഷേ അമ്പലക്കള്ളൻ എന്ന ആക്ഷേപം കേൾക്കുന്ന ആളുകളുടെ ശിഷ്യന്മാരായിട്ട് വന്ന് അഭിപ്രായം പറഞ്ഞ താങ്കളുടെ ക്രെഡിബിലിറ്റി താങ്കളൊന്ന് ആലോചിക്കണം. 6 വർഷക്കാലമായിട്ട് ശബരിമലയിലെ സ്വർണം കാണാതെ പോയതിനെ കുറിച്ചിട്ട് ഒരു അന്വേഷണം നടത്താൻ ആർജവമില്ലാത്ത ആളുകളുടെ പ്രതിനിധിയായിട്ടല്ലേ താങ്കൾ വരുന്നത്? ഈ സർക്കാരിന്റെ പ്രതിനിധികളെ വിശ്വസിച്ചുകൊണ്ട് നാളെ നമ്മുടെ ദേവസ്വം ബോർഡുകളൊക്കെ ഏൽപ്പിക്കാൻ പറ്റുക? എങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഭക്തർ അവിടെ പോയി കാണിക്കയിടാൻ പറ്റുക? നാളെ നമ്മുടെ B നിലവറയ്ക്ക് കാവൽ നിൽക്കേണ്ടി വരില്ലേ? ഒരു കാര്യം കൂടി ഉണ്ട് വേണു, ഒരു കാര്യം കൂടി. RSSനെതിരെ ഞങ്ങൾ ശബ്ദം ഉയർത്തിയില്ലെന്ന് ഒരു കാര്യം ചോദിക്കട്ടെ വേണു. ഈ വോട്ട് ചോരിക്കെതിരെ ഇന്ത്യ എമ്പാടും പ്രചരണം നടത്തുന്ന കോൺഗ്രസിന് ഒരു കോൺഗ്രസിനെ പിന്തുണയ്ക്കണ്ട. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് ഉയർത്താൻ ശേഷിയില്ലാത്ത RSSന് അടിമപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ കേരളം ഭരിക്കുന്നത്. RSS ആ പന്തളത്ത് നടത്തിയ യോഗത്തിൽ ഒരു സ്വാമി വന്ന് വാവരനെ കുറിച്ച് ആക്ഷേപിച്ച് നടത്തിയ പ്രസ്താവനയിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? ആ പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ചുവല്ലോ എന്ന് പറഞ്ഞ പ്രിന്റു മഹാദേവിനെതിരെ നടപടി സ്വീകരിക്കാൻ എന്തേ വൈകിയത്? സ്വമേധയാ കേസെടുക്കാൻ വകുപ്പുണ്ടായിരുന്നില്ലേ? അപ്പം നിങ്ങൾ RSSനെതിരെ സംസാരിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ പഠിപ്പിക്കേണ്ട. RSSുമായി സന്ധി ചെയ്ത ചരിത്രം MV ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം അയാളോട് ചോദിച്ചാൽ കൂടുതൽ മറുപടി കിട്ടും. ശരി, ഞാൻ വരാം. ശ്രീകുമാർ, രാഹുൽ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് കൂടെ ഒരിക്കൽ ഒന്ന് പോകുന്നു. രാഹുൽ, ഈ ഹൈക്കോടതി ഇപ്പോൾ ഒന്നാമത് അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുൻപ് ഹൈക്കോടതി ഇങ്ങനെ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു. അതിനുശേഷം ഇപ്പോഴും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയ്യോടെ പിടികൂടി മുന്നിൽ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ദേവസ്വം വിജിലൻസ്. എന്നിട്ടും അയാളിലേക്ക് മാത്രമായ അന്വേഷണം പോകരുത്, എല്ലാം അന്വേഷിക്കണം. ഈ തിരുവാഭരണ രജിസ്റ്റർ, എല്ലാ സ്ട്രോങ് റൂമുകളും എല്ലാം പരിശോധിക്കണം, അവിടെ മുഴുവൻ ആശയക്കുഴപ്പമാണ് എന്നൊക്കെ പറയുന്നു. ശ്രീകുമാർ ഇവിടെ പറഞ്ഞതുപോലെ 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു വാക്കാൽ മാത്രം പറയുന്നു. BJPക്ക് ഇന്നതൊരു വലിയ ആയുധമായി അത് ആത്യന്തികമായി അവർക്ക് ഗുണപ്പെടുന്നു. അപ്പോൾ കോടതി എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ഇടപെടുന്നത്? കോടതിയുടെ ഇടപെടലിൽ എന്തെങ്കിലും പക്ഷപാത സ്വഭാവമുണ്ടോ? ഒരു കാര്യം കൂടി, മെയ് മാസം അങ്ങേക്കറിയുന്നത് പോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ 13 പവന്റെ ദണ്ട് പിന്നീട് മണലിൽ പുതഞ്ഞ നിലയിലൊക്കെ വീണ്ടെടുക്കുകയുണ്ടായി. അതേപ്പറ്റിയും പോലീസ് അന്വേഷിക്കുമെന്ന് പറയുകയുണ്ടായി. ആ കാര്യത്തിലൊന്നും ഈ വ്യഗ്രതയും ഈ പൊതു താല്പര്യത്തിൻ്റെ അകത്തുള്ള അമിതമായ ഇടപെടലും ഒന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായും കണ്ടില്ല. അപ്പോൾ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇന്നത്തെ നിരീക്ഷണങ്ങളിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് CPM സംശയിച്ചാൽ അത് തെറ്റാകുമോ? രാഹുൽ, ശ്രീ വേണു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അംഗീകരിച്ചുകൊണ്ടും ഹൈക്കോടതിയുടെ സുമോട്ടോ എടുത്ത കേസാണ്, അത് അംഗീകരിക്കാൻ. അങ്ങ് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരെ ഓർത്തതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ യഥാർത്ഥത്തിൽ ചെയ്തത് ജയമാലയുടെ വീട്ടിൽ പോയി ജയമാലയ്ക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് മനസ്സിലാക്കി അതിന് ഏകദേശം 2-3 ആഴ്ചയ്ക്ക് ശേഷം ശബരിമലയെ വന്ന് ഇത് താൻ ദൈവത്തെ വെച്ച് അല്ലെങ്കിൽ പ്രശ്നം വെച്ച് കണ്ടുപിടിച്ചതാണെന്ന് കള്ളം പറഞ്ഞ് അവിടുത്തെ റോപ്പ് വേ കൊണ്ടുവരാൻ വേണ്ടി പുള്ളി ശ്രമിച്ചതാണ്. അപ്പൊ താങ്കൾ അടക്കമുള്ള പ്രമുഖ മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി ഞാൻ അടക്കമുള്ളവർ നേരിട്ട് വന്ന് കാണുകയും അത് പൊളിക്കാനും ഒക്കെ കഴിയും. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ സാധാരണ ഭക്തർക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല. ഭക്തർക്ക് ഈ സേക്രഡ് റെലിക്സ് അല്ലെങ്കിൽ സേക്രഡ് സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഏകദേശം 4.541 കിലോഗ്രാം കുറഞ്ഞു എന്ന് പറയുന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. ഇതിന്റെ ചെയിൻ
ഓഫ് കസ്റ്റഡി 39 ദിവസം, എന്തുകൊണ്ട് ഇത് ചെന്നൈയിൽ എത്തിയില്ല, ആ ഗ്യാപ്പ് തുടങ്ങിയ കാര്യങ്ങൾ. ഏറ്റവും പ്രധാനം 1999 ഗോൾഡ് ഇല്ലായിരുന്നു എന്നൊരു വാദം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. അന്നത്തെ രജിസ്റ്റർ ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ 30 കിലോഗ്രാം സ്വർണത്തോളം അന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് എല്ലാ ലഭ്യമായ സോഴ്സസിൽ നിന്നും വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഒരു സമഗ്രാന്വേഷണം വേണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് കേൾക്കുക മാത്രമല്ലേ വഴിയുള്ളൂ. അതാണ് ലോ ഓഫ് ദി ലാൻഡ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു സീരിയസ്നെസ്സോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അവധാനതയോടെ കൈകാര്യം ചെയ്യുക. പിന്നെ വടംവലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണും. പക്ഷെ അതിനപ്പുറം ഈ വിഷയത്തിൽ ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടാതെ മുമ്പോട്ട് കൊണ്ടുപോകാവുന്ന ശ്രമകരമായ ജോലിയാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിനുള്ളത്. അതുമായി മുമ്പോട്ട് പോകണം. ഇത് രാഷ്ട്രീയം എയും ബിയും സിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. പക്ഷെ അതിനപ്പുറം സാധാരണ ഭക്തർ വിശ്വസിച്ചാണ് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നേർച്ചകൾ നേടുന്നത്, കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ആ രീതിയിൽ വിശ്വാസവും വിശ്വാസ്യതയും കാക്കാൻ ദേവസ്വം ബോർഡിനാണ് പ്രൈം റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ പ്രധാന ഉത്തരവാദിത്വവും പ്രഥമ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനാണ്. ക്ലാരിറ്റിയോടെ വരണം. ഒരുപാട് ലാപ്സസ് എന്ന് കോട്ട് ചെയ്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ലാപ്സുകളെ അഡ്രസ് ചെയ്യണം. ശങ്കരൻ അടക്കമുള്ള ഒരു ജഡ്ജിയെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ മറ്റും തയ്യാറാക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഈ വിഷയം ഗൗരവമായി എടുക്കണം. നമ്മുടെ തിരുപ്പതി ലഡുവിനെ സംബന്ധിച്ച് ഇതേപോലെ വലിയൊരു വിവാദം ഉണ്ടായി. അവർ ആ നാട്ടുകാർ ഒരുമിച്ച് നിന്ന് ആ വിഷയം ഹാൻഡിൽ ചെയ്തതുപോലെ നമ്മുടെ ശബരിമലയുടെ വിഷയം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിന്ന് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഒറ്റ കാര്യം കൂടി രാഹുൽ, കേൾക്കാമല്ലോ അല്ലേ ഞാൻ ചോദിക്കുന്നത്? രാഹുൽ കേൾക്കാമോ? കേൾക്കാം. രാഹുൽ, ഒരു കാര്യം കൂടി. ഇവിടെ ഈ റോപ്വേയുടെ കാര്യവും ഈ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ കള്ള കച്ചവടത്തിനുള്ള അയാൾ നടത്തിയ നീക്കങ്ങളും ഒക്കെ ഇവിടെ നാം സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊത്തം രീതികൾ കണ്ടിട്ട് അയാളും ഒരു തട്ടിപ്പുകാരനാണോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയില്ലേ? കാരണം ഇവിടെ ശ്രീത്തും പറയുകയുണ്ടായി വ്യാജ ശബരിമലയുണ്ട് എന്ന്. ഇത്തരക്കാരെന്താ ചെയ്യുക? ഈ സ്വർണ്ണപ്പാളി ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ പീഠം ഉണ്ട് എങ്കിൽ, ഇത് വെച്ചുകൊണ്ട് എത്ര കാണിക്ക സമ്പാദിക്കാം? കോടികൾ കൊണ്ട് സമ്പാദിക്കാം. പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടൊരു വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അത്തരമൊരു തട്ടിപ്പ് വീരനാണോ ഈ ഭക്തനായി അവതരിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി? അതിനാണോ ഇയാൾ ഇത് എടുത്തുകൊണ്ട് പോവുകയും തിരിച്ചു കൊണ്ടുവരികയും അവിടെ കാണാനില്ല, ഇവിടെ ഇല്ല, ഇപ്പോഴാണ് അറിഞ്ഞത്, ഉടനെ ഞാൻ അമ്മ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ആ വീട്ടിൽ വെച്ചില്ല, സഹോദരിയുടെ വീട്ടിൽ ഷീൽഡ് എന്ന് പറഞ്ഞു കൊണ്ടുപോയി വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, വ്യക്തിപരമായി അറിയില്ല. പല അഭിപ്രായങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട്, നല്ലതും നല്ല അല്ലാത്ത കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തണം. അദ്ദേഹം പറയുന്നതിലെ പല കാര്യങ്ങളും സംശയം ജനിപ്പിക്കുന്ന രീതിയാണ്. ഉദാഹരണം, 25-ാം തീയതിയാണ് സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മറച്ചു വെച്ചു തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. പിന്നീട് എന്ത് മാനദണ്ഡത്തിലാണ് ഇദ്ദേഹം വന്നത്, എന്താണ് യാർഡ് സ്റ്റിക്ക്? ഇപ്പം വിജയ മല്യ ലോക പ്രശസ്തനായ, അല്ലെങ്കിൽ അന്ന് ഇന്ത്യ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഓൺട്രപ്രണറും ബിസിനസ്സുകാരനുമായിരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് എന്ത് മാനദണ്ഡത്തിലാണ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. എനിക്ക് തോന്നുന്നില്ല നമുക്ക് വ്യക്തികളെ ടാർഗറ്റ് അല്ലെങ്കിൽ വ്യക്തികളെ പറയുന്നതല്ല, അതിനപ്പുറം എന്ത് സംവിധാനമാണ്, പ്രോസസ് ആൻഡ് പ്രൊസീജിയർ, സംവിധാനം പരിശോധിക്കാൻ നമ്മുടെ ജനാധിപത്യ കേരളത്തിൽ അവസരങ്ങളും അവകാശങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഇത്തരം തട്ടിപ്പ് വീരന്മാർ വന്ന് പണമടിച്ചുകൊണ്ട് പോകാനുള്ളൊരു വേദിയായി ശബരിമലയെ എടുക്കുന്നതാണ് പ്രധാനമായും കാണേണ്ടത്. കാരണം അത്തരം സംഭവങ്ങൾ എടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ ലാഭത്തിനുള്ള നീക്കങ്ങൾ BJP നടത്തുന്നതും. അവസാനമായി ശ്രീ അനിൽകുമാർ, എനിക്ക് ശ്രീ ബഹുമാനപ്പെട്ട കെ ഹരിദാസ് അങ്ങ് നന്നായി സംസാരിച്ചു, അങ്ങേലേക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, സമയം അവസാനിക്കുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, രൂക്ഷമായ വിമർശനമാണ് അഡ്വക്കേറ്റ് കെ ഹരിദാസിന്റെ ഭാഗത്തുണ്ടായത്. അങ്ങയുടെ മറുപടിയോടെ ചർച്ച അവസാനിപ്പിക്കും. അല്ല, ഇപ്പം 4-5 ആളുകൾ കൂടി ഞങ്ങളെ എന്തെല്ലാം പറഞ്ഞു. അവസാനം എന്ത് നമ്മടുത്തരും പറയാം, അമ്പലക്കള്ളനോ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇതിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾക്ക് നേരമുണ്ടോ നിങ്ങളുടെ ഈ ചർച്ചയിൽ? എവിടെയോ കാട് കയറിപ്പോയി. യഥാർത്ഥത്തിൽ പീഠങ്ങൾ 2 സെറ്റുണ്ടോ 1 സെറ്റേ ഉള്ളോ? ഈ ചർച്ചയിൽ പങ്കെടുത്ത ആരെങ്കിലും ഒരാൾ ക്ലാരിഫൈ ചെയ്തോ? വേണുവിൻ്റെ ബോധ്യം എന്നാ? പീഠങ്ങൾ 2 സെറ്റുണ്ടോ 1 സെറ്റുണ്ടോ? 1 സെറ്റ് മാത്രമേ ഉള്ളെങ്കിൽ രണ്ടാമത്തെ സെറ്റാണ് ഇപ്പോൾ കണ്ടു കിട്ടിയത്. 1 സെറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഇപ്പം ഈ ആളെന്ന് പറയുന്നത് പോറ്റി എന്ന് പറഞ്ഞ ആൾ കള്ളനല്ലേ? അയാളെ ആ കേസ് പ്രതിയാക്കണ്ടേ? ഒരമ്പലത്തിനകത്ത് അവിടെ കാണിക്ക വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ നടക്കി വെച്ചിട്ടത് വീട്ടിൽ കൊണ്ടുപോയാൽ ആൾ പ്രതിയല്ലേ? ഇപ്പം എന്താ പ്രതിയാകാത്തത്? അപ്പോൾ 2 സെറ്റ് വീട് അവിടെ ഉണ്ട്.
അതിൽ നടക്കി വെക്കാത്ത പീഠമാണ് അയാൾ വീട്ടിൽ കൊണ്ടുപോയത്. അത് തന്നെ കാണുന്നില്ല എന്ന് അയാൾ പരാതി കൊടുത്തത് എന്തിന്? ഇതല്ലേ പ്രശ്നം. അതിന് പകരം സ്വർണം കാണുന്നില്ല എന്നായി. ഏത് സ്വർണം? പിന്നെ അവിടെ സ്വർണത്തിൽ ചെമ്പ് പൂശുകയായിരുന്നോ? എന്തിനാ ഇത് കൊണ്ടുപോയത് 2019? ചെമ്പാണോ സ്വർണ്ണമായിരുന്നോ? ചർച്ചയുടെ അവസാനം വേണുവിനെ മനസ്സിലായി. ഇവിടെ കുറേ വീരന്മാരെല്ലാം കൂടെ പറഞ്ഞു 43 കിലോ സ്വർണ്ണമായിരുന്നു. പിന്നെ ഇതിനെ ചെമ്പ് പൂശാൻ കൊണ്ടുപോയതാ? ചർച്ചയിൽ തലകീഴായിട്ട് ചർച്ച നടത്തിയ കുറേ വീരന്മാർ കൂടി ഈ ശബരിമല എന്താണ് അതിനെ തകർക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ വേറെ എന്താ ഒരു നല്ല ചർച്ച നടത്തിയല്ലോ. ആര്? വേണു സർട്ടിഫിക്കറ്റ് കൊടുത്തല്ലോ, ഹരിദാസ്. ആ മാന്യം പറയുകയാണ് ബലിദാനികളുണ്ടായി ശബരിമലയിൽ. എനിക്ക് മനസ്സിലായില്ല ആരാണ് ബലിദാനി? വത്സൻ തില്ലങ്കേരിയ. തേങ്ങ എടുത്ത് വത്സൻ തില്ലങ്കേരിയ ചന്ദ്രകുമാരൻ ഉണ്ണിത്താൻ പന്തളം കച്ചവടമൊക്കെ കയ്യിരിക്കട്ടെ. പന്തളം കച്ചവടമൊക്കെ കയ്യിരിക്കട്ടെ. അതെ, പന്തളം കച്ചവടമൊക്കെ കയ്യിരിക്കട്ടെ. കച്ചവടമൊക്കെ തോന്നിവാസം പറയാ ചർച്ചയിൽ കേട്ടാ. എന്റെ എന്ത് വളഞ്ഞിട്ട് 5 ആളെ നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ 5 ആളെ വളഞ്ഞിട്ട് ചർച്ചയെ കൊണ്ടുവന്നിട്ട് പറയട്ടെ 5 ആളെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഞങ്ങളെന്നെ അമ്പലക്കള്ളന്മാർ. ഏതമ്പലക്കള്ളൻ? അയോധ്യ മൊത്തം വിഴുങ്ങിയ വീരന്മാർ വന്നിട്ട് മൊത്തം അയോധ്യയിലെ കച്ചവടം എന്തായിരുന്നു? എന്തായിരുന്നു കച്ചവടം? ഈ ഇവിടെ നടക്കുന്ന ശോഭായാത്രയുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാലഗോകുലത്തിന്റെ കച്ചവടം കണക്കുണ്ടോ? ഓടിച്ചുണ്ടോ? കണക്കുണ്ടോ? എവിടെങ്കിലും കണക്കുണ്ടോ? ഓടിച്ചുണ്ടോ? മൊത്തം വിടുന്നവരവര്. ശബരിമല വിട് നിങ്ങള്. ശബരിമല മറ്റുള്ളവരെല്ലാം എല്ലാവരും അദ്ദേഹത്തെ എതിർത്താണോ സംസാരിച്ചത്? അഡ്വക്കേറ്റ് ഹരിദാസ് അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇതാണ് വേണു ഈ ചാനൽ ചർച്ചയുടെ ഏറ്റവും വലിയ കുഴപ്പം. ഞങ്ങൾ കേരളത്തിനകത്ത് തലയുയർത്തി നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തലയുയർത്തി നിൽക്കുകയാണ്. LDF സർക്കാർ. അപ്പം ഇതുപോലെ കുറേ വെട്ടിരുമ്പുകളെ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ആകുമ്പം ചർച്ച എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്? എന്താ ചെയ്യുന്നത്? അമ്പലക്കള്ളൻ. ശരി, അത് പോട്ടെ. ഞാൻ ഇടപെടുകയാണ് സേൽകുമാർ. സമയം കഴിഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ എന്താ ഈ ചർച്ചയുടെ അവസാനം? ശരി, എന്തായാലും അങ്ങയുടെ ഭാഗം ഭംഗിയായി പറയുകയുണ്ടായി. സമയപരിധി ഉണ്ടാകുന്നത് ശ്രേൽകുമാർ എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസും BJPയും നടത്തിയ നീക്കം പാളിയിരിക്കുകയാണ്. കാരണം ഈ ദേവസ്വം ബോർഡിന്റെ അന്വേഷണ സംവിധാനം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ളന് കഞ്ഞി വെച്ചയാളെ കയ്യോടെ പിടികൂടി കോടതിയുടെ മുൻപാകെ വെച്ചിരിക്കുകയാണ്. കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അയാളിലേക്ക് മാത്രമായി അന്വേഷണം ചുരുങ്ങരുത് എന്നാണ്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ള നിരീക്ഷണം കോടതിയിൽ നിന്ന് വന്നിട്ടില്ല എന്നത് നിരാശ ഉണ്ടാക്കുന്നതുമാണ്. ഒക്ടോബർ 15 കോടതി വീണ്ടും കേൾക്കും. അപ്പോൾ കോടതിയിൽ നിന്ന് ശരിയായ നീതിയുടെ ശബ്ദം ഉയരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സ്പെഷ്യൽ എഡിഷനിൽ ഒരിടവേള.